ഇതിന്റെ പേരെന്താ, ബ്രാൻഡ് എന്താ, അതൊന്നും എനിക്കറിയില്ല. അവിടെയുള്ളതിൽ ഏറ്റവും കൂടിയ ബോട്ടിൽ തന്നെ തരാൻ പറഞ്ഞു. ഇതിന്റെയൊക്കെ മണം വേണ്ട, പേര് കേട്ടാ മതി അപ്പ തലകറങ്ങും. അച്ഛന് നല്ല തല്ലിന്റെ കുറവാ, രാഹുലിനെ കൂടി ചീത്തയാക്കും. അങ്ങനൊന്നുമില്ല. ഒരു തെറ്റായ കാര്യം ചെയ്യില്ല എന്ന് ശപഥം ചെയ്താ പിന്നെ എന്തൊക്കെ സംഭവിച്ചാലും ശരി ഞാനത് ചെയ്യില്ല. എന്താ സംശയമുണ്ടോ? എപ്പോഴും അങ്ങ് അകന്നിരിക്കാൻ തോന്നുക. അതെന്താ? അകന്നിരിക്കുമ്പോഴാണല്ലോ നീ കൂടുതൽ കൂടുതൽ എന്റെ മനസ്സിലങ്ങ് നിറയുന്നത്. അതെ, കണ്ണ് തട്ടാതിരിക്കാൻ ഞാൻ കുറെ നേർച്ചകൾ നേർന്നിട്ടുണ്ട്. നേരാ. ഇത്രയും സൗന്ദര്യമുള്ളൊരു ഭാര്യയെ കിട്ടിയതിന് എല്ലാരും എന്നെ കണ്ണുവെക്കുക അസൂയ കൊണ്ട്. തന്നെ കുറിച്ചല്ല, ഭർത്താവിനെ കുറിച്ച് നാട്ടുകാരും വീട്ടുകാരും എല്ലാം നല്ലത് പറയുമ്പോഴാ ഭാര്യ സന്തോഷം കൊണ്ട് മതി മറക്കുന്നേ. ഞാനിപ്പോ എല്ലാവരുടെയും മുമ്പില് ആകാശത്തോളം വലുതായി നിക്ക. ആ ആകാശത്തിന്റെ ചുവട്ടിൽ അല്ല, തണലിൽ നിസ്സാരനായി നിൽക്കുന്ന ഒരു ഭർത്താവിന്റെ സമ്മാനം, ഒരുപാട് സ്നേഹം കൊണ്ട് പൊതിഞ്ഞ ഒരു കുഞ്ഞു സമ്മാനം. ഓ, ഇതുവരെ തീർന്നില്ലേ? ഇല്ല ഇല്ല, തീരില്ല, എനിക്കറിയാം. വേഗം എഴുതി തീർന്നാ പിന്നെ ബാക്കി സമയം ഭാര്യയോട് സംസാരിക്കേണ്ടി വന്നാലോ? ആ രാഹുൽ ഓരോ തിരക്കിന്റെ ഇടയിൽ ശ്രേയെ വിളിക്കുന്നേ അറിയോ? തിരക്ക് എന്തായിരുന്നു എന്നൊന്ന് തിരക്കി നോക്ക്, അപ്പ അറിയാം. ദേ വെറുതെ എന്നെ കൊണ്ടൊന്നും പറയരുതേ. ഏടി ഉത്തരവാദിത്തങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു ജോലിയാ എന്റേത്. അതിനിടയിൽ പൊന്നെന്നും കരളെന്നൊക്കെ ചിലപ്പോൾ വിളിക്കാൻ പറ്റിയെന്ന് വരില്ല. അതൊന്നും സ്നേഹമില്ലാത്തതുകൊണ്ടല്ല. അതുമല്ല, സ്വന്തം ഭർത്താവിനെ മറ്റൊരു ഭർത്താവായിട്ട് കമ്പയർ ചെയ്യാന്നൊക്കെ വെച്ചാൽ അതൊക്കെ ഒരു തരം ചീപ്പാ. എന്റെ ചെറിയമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭർത്താക്കന്മാർ. നിന്റെ ചെറിയമ്മയുടെ 16 അടിയന്തരം. ഒന്ന് പോകുന്നുണ്ടോ അവിടുന്ന്? ഇഷേന്ദു, ഡേ, ചെറിയമ്മയുടെ ഉപദേശമോ മുറപ്പെണ്ണായ നിന്റെ സ്വാതന്ത്ര്യം കൂടുതലോ അതൊന്നുമല്ല നിന്റെ പ്രശ്നം. നിന്റെ ഇപ്പോഴത്തെ യഥാർത്ഥ പ്രശ്നം ഈ വീട്ടിലേക്കൊരു കുഞ്ഞു വരുന്നില്ല, അതല്ലേ? അമ്മയാവാൻ പറ്റാത്ത സ്ത്രീയോട് ഭർത്താവിന് നീരസം ഉണ്ടാവും. അയാൾ വേറെ പെണ്ണുങ്ങളുടെ പുറകെ പോവും. ഇതൊക്കെയല്ലേ നിന്റെ പ്രധാന വേവലാതി? എന്നെ ഇടം വലം ശ്രദ്ധിച്ചു നടക്കുന്ന അതുകൊണ്ടല്ലേ? നീ ഒരു പാവം പൊട്ടിപ്പെണ്ണ. ഒരേ സമയം തന്നെ നിന്നോട് ദേഷ്യവും തോന്നും, സഹതാപവും തോന്നും. നമുക്ക് കുഞ്ഞുങ്ങളില്ലെന്ന് ആരാ പറഞ്ഞത്? നീ ചൂടാവുകയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന ആ കൊച്ചു കുഞ്ഞീഷൻ നമ്മുടെ കുഞ്ഞല്ലേ? അതുമല്ല, കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമല്ലേ ആവുന്നുള്ളൂ. ഇനിയും സമയം കിടക്കല്ലേ? വാ, ഇപ്രാവശ്യത്തെ സൗത്ത് ഏഷ്യൻ എഡിറ്റേഴ്സിന്റെ കോൺഫറൻസ് സിംഗപ്പൂർ വെച്ചാ. ഇത്തവണ നമ്മൾ ഒരുമിച്ചാ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നിന്റെ കൊണ്ടുപോയില്ല എന്നുള്ള പരാതി മുഴുവൻ ഇതോടെ ഞാൻ തീർക്കുന്നുണ്ട്. അതെ, നാളെ സൺഡേയാ. നാളെ ഈവനിങ് ഒരു പാർക്കില്, ദെൻ ഒരു സിനിമ, ദെൻ പുറമേന്ന് ഭക്ഷണവും. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ഈ സിംഗപ്പൂർ ഒരുപാട് സംഗതികൾ കാണാനുണ്ട്. നിന്നെ ഞാൻ എല്ലായിടത്തേക്കും കൊണ്ടുപോവാം. അതല്ല, ഈ സിംഗപ്പൂരില് ഒരുപാട് സുന്ദരികളൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ? വെറുതെ അല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തത്. മനുഷ്യൻ എങ്ങനെയെങ്കിലും തുടങ്ങി വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും പറഞ്ഞ് അതൊക്കെ മുടക്കിക്കോളും. എന്റെ ചെറിയമ്മ പറഞ്ഞു, ചെറിയമ്മയെ തല്ലി കൊന്നിട്ട് ഞാനും ചാവും. നീ എന്തോടെ അവിടെ ഇരുന്ന് കുത്തി കുറിക്കുന്നത്? മറ്റേ ആത്മഹത്യ ചെയ്ത പെങ്കൊച്ചില്ലേ രഞ്ജു, അവളെ കുറിച്ചൊരു ഫീച്ചർ തയ്യാറാക്കുക. അടുത്ത ഇഷ്യൂ കൊടുക്കണ്ടെന്നേ. അത് പറയാനാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. ആ ഫീച്ചർ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നീ എങ്ങനെയെങ്കിലും മുകുന്ദനളിയനോട് പറഞ്ഞ് ഇത് നമ്മുടെ കേരള ടുഡേയിൽ ഒന്ന് ഇടിവെച്ച് തരണം. എന്നാ അത് പൊട്ടിക്കാനാണോ? നിനക്കൊക്കെ ഉള്ളടാ എന്നൊരു പുച്ഛം. എക്സ്ക്യൂസ് മീ, ഈ തീപ്പന്തലിൽ പൂവാല ഒരു മിനിറ്റ്. ഉദ്ദേശിച്ചാലും ഞാൻ തന്നെയാണ്. തകർത്തോളൂ. തീപ്പന്തലിന്റെ ഫാൻസാ. ഇപ്പൊ വരാം. എക്സ്ക്യൂസ് മീ, ഈ ലക്കത്തിന്റെ തുടർച്ച അടുത്ത ലക്കത്തിലും വരുന്നുണ്ട്. അതും കൂടി ഇന്നിങ്ങ് തന്നാൽ വെറുതെ എന്നെ അന്വേഷിച്ച് ബുദ്ധിമുട്ടണ്ട. അതപ്പ തരാം.
ഞാൻ എവിടെയാ ഇരുന്നേ? ആണ്ട ഇവിടെ ആ ചെറിയൊരു തലയിറക്കം. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തി? പറയാതെ തന്നെ കിട്ടിയല്ലോ. ഡേയ് നീ അത് നിർത്തിയിട്ട് എന്റെ ഫീച്ചർ വായര്. കഴിഞ്ഞ തവണ വായിച്ചതിന്റെ ക്ഷീണം തീർന്നിട്ടില്ല. വെള്ളരിപ്പാറയിൽ നോരം പരപരാന്ന് പെലർന്നു. ഇതെന്നതാ അത് പെലർന്നോ? ഡേയ് നേരം പെലർന്നേനെ പിന്നെ ഇരുട്ടി എന്ന് പറയൂ. പുലർന്നൂന്ന് പറ. അത് നിങ്ങളുടെ അവിടെ, ഞങ്ങളുടെ അവിടെയൊക്കെ നേരം പരപരാന്ന് പെലർന്ന് അങ്ങനെയാ പറയാറ്. എന്തായാലും വെളുത്തല്ലോ. ഇങ്ങനെയാണോ ഫീച്ചർ? ഞാൻ എഴുതിക്കോളാം. അത് കളയരുത്. കൈവിടെ. നീ വെറുതെ അത് ചുരുട്ടി കളയരുത്. വേണ്ടാന്ന്. ഞാൻ എഴുതും. വേണ്ട വേണ്ടെന്ന് പറഞ്ഞാലും കേൾക്കില്ലല്ലേ. നീ എഴുത്. ഒന്ന് താഴേക്ക് ചാടി. ഞാൻ അന്വേഷിച്ച് നടന്ന സ്പെസിമിനാ പുറകിലെ കറുത്ത ജാക്കറ്റ് ഇട്ടിരിക്കുന്നത്. നോക്ക്, പ്രൊഫസർ ഇന്നലെ നമ്മളോട് പറഞ്ഞില്ലേ ഒരു പ്രിമച്ചർ സൂയിസൈഡൽ ടെൻഡൻസിയെ കുറിച്ച്? അതാ അയാളെ ബാധിച്ചിരിക്കുന്നത്. നീ കണ്ടോ, ആത്മഹത്യ പ്രവണതയാ. ആത്മഹത്യക്കുറിപ്പായി തയ്യാറാക്കിയിരിക്കുന്നത്. അവൾ എന്നെ വിട്ട് പെയ്യൂട്ടല്ലോ. പോയല്ലെന്ന വാക്ക് തെറ്റി എഴുതിയതാ. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉച്ചാരണ കൈയക്ഷരമൊക്കെ ഇതുപോലെ വൃത്തികേടായി പോവും. എന്നാണേലും അവൾ ആത്മഹത്യ ചെയ്ത പറയലോട്ട് ഞാൻ പോകാം. ഞാനാ പറയുന്നത്, നീ ഇനി പോകരുതെന്നു. എന്നാ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. എന്നാ പോടാ, നീ പോയി ചാക്. ഞാൻ എഴുതിയത് പോരെങ്കിൽ നീ പോയി എഴുത്. ഹലോ, യെസ്. അയാൾ എവിടേക്ക് പോയതാ? വെള്ളരിപ്പാറയിലേക്ക്. ആത്മഹത്യ തലയ്ക്ക് പിടിച്ച് ഓടിയതാ, അതും ചത്തവളുടെ പിറകെ. പോയി ചാകട്ടെ ശാപം. നൈസ്. കുട്ടി തീപ്പന്തൽ വായിക്കാറുണ്ടല്ലേ? ഊത്ത് നിൽക്കുന്നില്ല. സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന ഫ്രണ്ടിനെ രക്ഷിക്കാൻ വയ്യല്ലേ? ഈ പാറക്കെട്ടിന്ന് ചാടിയാണ് ആ രഞ്ജു ആത്മഹത്യ ചെയ്തേക്കുന്നത്. ഓഹ്, ഇത് കണ്ട ആർക്കാ ആത്മഹത്യ ചെയ്യാൻ തോന്നാത്ത? ആത്മഹത്യ ചെയ്യാനും വേണം ഒരു യോഗം. എൻ്റെ കർത്താവേ, ആ രഞ്ജുവിൻ്റെ ആത്മാവങ്ങാൻ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടാവോ? രഞ്ജു! 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 കേട്ടില്ലേ, മരിച്ചുപോയ കാമുകിയുടെ പേര് അയാൾ വിളിച്ചു പറയുന്നേ. അയ്യോ, അയാൾ ആത്മഹത്യ മുൻപിലേക്കാണല്ലോ പോന്നേ. വേഗം അയാളെ സേവ് ചെയ്യണം. രഞ്ജുവിൻ്റെ മാനസികാവസ്ഥയെന്ന് തുടങ്ങാം. ഭൂമിയിലെ പച്ചപ്പിൽ നിന്നും മരണത്തിൻ്റെ മരുഭൂമിയിലേക്ക് അവൾ നടന്നു പോവുകയായിരുന്നു. ആർക്കു വേണ്ടി? വേഗം വാ. ദേ, ആത്മഹത്യക്കുറിപ്പാ എഴുതുന്നേ. വാ. ഹലോ. അയ്യോ രഞ്ജു, അയ്യോ കൊക്ക. സ്നേഹിത, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. എന്താ? ഞങ്ങൾ സൈക്കോളജി റിസർച്ച് ചെയ്യുന്നവരാ. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് ആകെ അസ്വസ്ഥമാണ്. വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാം. കൗൺസിലിംഗ് നടത്താം. അയ്യേ, ഇത് വട്ട് തന്നെ. അയ്യോ, തിരിച്ചു പോ വിശ്വാസികളെ. എറിഞ്ഞ് കണ്ണുപൊട്ടിക്ക് ഞാൻ. ഓടി പോവാൻ. കണ്ടോ, വിഷമം കൊണ്ട് മാനസിക നില തെറ്റി. സ്കിസോഫ്രീനിയയുടെ നെക്സ്റ്റ് സ്റ്റേജ് ആയത്. എന്തുകൊണ്ട് രഹസ്യം പറയണേ? എന്റെ സ്വഭാവം അറിയണല്ലോ, എല്ലാത്തിനും ഞാൻ കൊക്കലറി. അത് ശരി, വളഞ്ഞിട്ട് അടിക്കാനുള്ള പരിപാടിയാണല്ലേ? ഫ്രണ്ടിനോട് ചാടരുതെന്ന് പറ. ചാടാതെ നിന്ന് പറ. ഇപ്പൊ എവളുമാര് വലിച്ചേറി അടുപ്പി വെക്കും. എനിക്ക് കിട്ടിയതാടാ, ഓടാൻ നോക്കടാ. പോയി ആണെന്ന് തുടക്കടി. സ്നേഹിത, ഒന്ന് നിക്ക്. ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാൻ വന്നതാ. നിന്നോറാ, അവളുമാര് 3-4 പേരുണ്ട്. നിന്നെ വന്ന് രക്ഷിച്ചിട്ട് പോട്ടെ. എനിക്ക് അതിനുള്ള ആംബിയർ ഇല്ല. ഓടി. ഞാൻ പറയുന്നത് കേക്ക്. ഓടി പിശാച. ആ ബൈക്കിന്റെ നമ്പർ കുറിച്ചെടുത്തോ. അത് വെച്ച് നമുക്ക് അയാളെ ഫോളോ ചെയ്യാം. താമസ സ്ഥലം കണ്ടുപിടിക്കാം. ആത്മഹത്യ രക്ഷിക്കുകയും ചെയ്യാം. പോയി രക്ഷപ്പെട്ടോ.